ഷോബിസ് തുടരുന്നു. കുട്ടികൾക്കായി വിനോദവും വിജ്ഞാനവും നിറച്ച ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ ജിംഗിൾസ് ഫോർ കിഡ്സ് എന്ന സംഗീതാൽബം ശ്രദ്ധേയമാകുന്നു. ഇത് സംബന്ധിച്ച വാർത്തകളും വിശേഷങ്ങളുമാണ് ഇനി ഷോബിസിൽ. പതിനാല് ഗാനങ്ങളാണ് ആൽബത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രസകരങ്ങളായ ഗാനങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ പഠിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നുവെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. 6 അനിമേറ്റഡ് ഗാനങ്ങൾ ഉൾപ്പെടെ 14 ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീഹരി, ദുർഗാ വിശ്വനാഥ് എന്നിവരാണ് ഇതിൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. അക്ഷര, ചിന്നു, കൃഷ്ണൻ, ദേവാങ്ക്, രോഹൻ എന്നീ കുട്ടികൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കിരൺ, രമേശ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്തിരിക്കുന്ന ജിംഗിൾ ഫോർ കിഡ്സ് നിർമ്മിച്ചിരിക്കുന്നത് കീസ്റ്റോൺ പ്രൊഡക്ഷൻസ് ആണ്. ഈ ആൽബം സംബന്ധിച്ച വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് രമേശ്, കിരൺ രണ്ടുപേരും ഈ ഒരു ആൽബത്തിന്റെ സംവിധായകരാണ്. ഒപ്പം തന്നെ മ്യൂസിക് ഡയറക്ടറായ ജയഹരിയും ഷോബിസിനൊപ്പം ചേരുന്നു. 3 പേർക്കും ഷോബിസിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. ശ്രീ രമേശ്, ഒരു സാധാരണ ആൽബത്തിൽ നിന്ന് വേറിട്ട ഒരു ചിന്തയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ആശയം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? പ്രധാനമായും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അനിമേഷൻ സീരീസിലെല്ലാം തന്നെ ഒരു അനിമേഷൻ ആണ് കൂടുതൽ, എന്റർടൈൻമെന്റ് ആണ് കൂടുതലും അവര് ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക്, അതായത് പാരന്റ്സ് തന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് എന്റർടൈൻമെന്റിലുപരി എന്ത് അവർക്ക് കൊടുക്കാൻ പറ്റും, അതായിരുന്നു നമ്മൾ ആലോചിച്ചത്. അപ്പോൾ എന്റർടൈൻമെന്റിലുപരി എഡ്യൂക്കേഷണൽ കണ്ടന്റും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആൽബം തയ്യാർ ചെയ്തിരിക്കുന്നത്. ഈ ആൽബത്തിന്റെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗം 2007 പുറത്തിറങ്ങിയിരുന്നു. അതിനോടുള്ള കുട്ടികളുടെ പ്രതികരണം എന്തായിരുന്നു? അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെയാണ് ഈ ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ ആൽബത്തിൽ എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൂടുതൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതായത് റൂബ് ഗോൾഡ്ബർഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു യന്ത്രത്തിന്റെ ഒരു പ്രവർത്തനം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ അവസാനം ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലെത്തിക്കുക എന്നുള്ളതാണ് റൂബ് ഗോൾഡ്ബർഗ് മെഷീനിന്റെ ഒരു പ്രവർത്തനം. നിരവധി ആൽബങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. രസകരമായതും വിജ്ഞാനപ്രദമായതും എല്ലാ ആൽബങ്ങളെല്ലാം വൻ വിജയവും വിപണിയിൽ നേടുന്നുണ്ട്. ഈ ഒരു ആൽബം, താങ്കളുടെ ജിംഗിൾസ് ഫോർ കിഡ്സ് എന്ന ഈ ആൽബം വിജയമാക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്? ഇത് ഒരു 14 സോങ്സ് ഉള്ളൊരു ആൽബമാണ്. അപ്പോൾ അതിനകത്തൊരു 6 അനിമേറ്റഡ് സോങ്സും 2 പപ്പറ്റ് സോങ്സ്, പിന്നെ ഒരു ബാക്കിയുള്ള 6 തീം സോങ്സ് ആണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ മറ്റുള്ള ആൽബംസിനേക്കാൾ ഇതൊരു ആൽബം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് ശരിയൊരു ചിത്രമാണ്, മുഴുവനായിട്ടുള്ളൊരു ചിത്രം. ഒരു ചെറിയൊരു കഥ ഇതിനകത്തൂടെ പോകുന്നുണ്ട്. അതായത് ഒരു 5 കുട്ടികൾ വെക്കേഷൻ ഒത്തുചേരുന്നു, അവര് നാട്ടുമ്പുറത്ത് കളിക്കുന്നു. പലതരം നാട്ടുമ്പുറത്തുള്ള പഴയ ഇന്നത്തെ കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് കളികളുണ്ടല്ലോ, ഓലപ്പന്ത്, പന്നിക്കളി, അങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നു. പിന്നെ കുറെ അഡ്വഞ്ചറസ് ആയിട്ടും ഉള്ള ഒരു കുറെ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടെന്ന് വെച്ചാല് കുട്ടികൾക്ക് പഠിക്കുക മാത്രമല്ല, കളിക്കുക, അതിലൂടെ കുറെ എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക. അതാണ് ഈ സിഡിയുടെ പ്രത്യേകത. കിരൺ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ജയഹരി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ജയഹരി, തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി ഒരു സംഗീത ആൽബം ഉണ്ടാക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും അവരുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണം, അത്തരത്തിലൊത്തിരി പ്രവർത്തിക്കേണ്ടി വരും. ഇതിനോടുള്ള കുട്ടികളുടെ പ്രതികരണം എന്താണ്? മുതിർന്നവരുടെ പ്രതികരണം എന്താണ്? ഇത് നിർമ്മിക്കുമ്പോൾ, പാടുമ്പോൾ, ഇതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ ചെയ്ത മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ എനിക്ക് പലതരം പ്രായത്തിലുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കുട്ടികളുമുണ്ട്, മുതിർന്നവരുമുണ്ട്.
അപ്പോൾ ഏതുതരം സംഗീതമാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരം സംഗീതമാണ് അവർ കൂടുതൽ ആസ്വദിക്കുന്നത് എന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഗാനങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു സംഗീതമാണ് ഞാൻ കൊടുക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇതിലെ ഗാനങ്ങൾ പലതും കുട്ടികൾ പോലെ തന്നെ മുതിർന്നവരും ആസ്വദിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിലെ ഒരു ഓണപ്പാട്ട്, പിന്നെ ദുർഗാ വിശ്വനാഥ് പാടിയ അണ്ണാറ കണ്ണ എന്ന് പറയുന്ന ഗാനം, അതിലെല്ലാം സാധാരണയായി ഒരു ചിൽഡ്രൻ ഓറിയന്റഡ് വീഡിയോ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓറിയന്റഡ് മ്യൂസിക്കൽ പ്രോജക്റ്റ് നിന്നും വ്യത്യസ്തമായ ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഇതിനെ, എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ മനസ്സിലേക്ക് ഇത് റീച്ച് ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വ്യത്യസ്തമാണെങ്കിലും അതിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പലതും ഞാൻ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ ജയഹരി, താങ്കളൊരു മ്യൂസിക് അധ്യാപകനാണെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി നിരവധി പാട്ടുകൾ അവരെ പാടി കേൾപ്പിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ഇതിലെ ഈ ആൽബത്തിലെ ഏതെങ്കിലും കുറച്ചു വരികൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ആലപിക്കാമോ? ശരിക്കും ഇതിൽ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഓണം വന്നല്ലോ എന്നൊരു ഗാനമുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രം കൗതുകം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ പാട്ട് എനിക്ക് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു. ശരിക്കും ആ ലിറിക്സ് മ്യൂസിക് ആക്കാന്ന് പറയുന്നത്, അതിന് ഈണം കൊടുക്കാന്ന് പറയുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു ദിവസം മുഴുവൻ ആ ഒരു വരികളുമായിരുന്നിട്ടുണ്ട്. ഞാനിപ്പോ പാടാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ടാണ്. കാരണം ഞാൻ കൂടുതൽ ട്രെയിൻ എടുത്ത് ബുദ്ധിമുട്ട് ചെയ്തു. ആ പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ശാസ്ത്രം കൗതുകം, ശാസ്ത്രം കൗതുകം, ശാസ്ത്രം കൗതുകം, ശാസ്ത്രം കൗതുകം. കണക്കു കളിയല്ല, പക്ഷെ കണക്കിൽ കളിയുണ്ട്. കണക്കു കളിയല്ല, പക്ഷെ കണക്കിൽ കളിയുണ്ട്. എത്ര തന്നെ കൂട്ടിയാലും ഒന്നും രണ്ടാണ്. പക്ഷെ രണ്ടെന്നൊരുത്തരം കിട്ടാൻ പല മാർഗങ്ങളുണ്ടാമേ. രസതന്ത്രം, നല്ല രസമുള്ള തന്ത്രം. ഭൂമിയെ അറിയാൻ ഭൂമിശാസ്ത്രം. ശ്രീഹരി, ജയഹരി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വീണ്ടും നമുക്ക് ഇതിന്റെ പ്രൊഡ്യൂസർമാരിലേക്ക് പോകാം. രമേശ്, തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി ഒരു ആൽബം ഇറങ്ങിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ പേര് താങ്കൾ പറഞ്ഞ പോലെ ഒത്തിരി ഗുണപാഠങ്ങളുള്ള ഒരു ആൽബമാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് രീതികൾ എങ്ങനെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? നമുക്ക് പ്രധാനമായും കേരളത്തിലുള്ള മാർക്കറ്റാണ് ഉള്ളത്. ഒരു 300-നടുപ്പിച്ച് ഷോപ്പുകളിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. കിഷോൺ തന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വഴി എല്ലാ കുട്ടികൾ സാധാരണയായി പോകാറുള്ള ഷോപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീ കിരൺ, ഇതിന്റെ ആദ്യ ഭാഗം ഇറങ്ങി, ഇപ്പോൾ രണ്ടാം ഭാഗം ആണ് നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്, കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ മുതിർന്നവരിൽ നിന്നും? ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ അനിമേഷൻ സീരീസില് കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ജിംഗിൾസിലൂടെ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ എഡ്യൂക്കേഷനും കുറച്ചുകൂടെ ഉൾക്കൊള്ളാനും കൂടെ പറ്റണം. ഇപ്പോ നമ്മുടെ രമേശിന്റെ മകള് തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അനുകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാങ്ങ പറിക്കാൻ പോകുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്, മാർച്ച് ചെയ്ത് പോകുന്ന. അതൊക്കെ ഒരു കൊച്ചുകുട്ടികൾ കുറച്ചുകൂടെ ആക്റ്റീവായി കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം.